غبارآلود استادیوم ഓമനത്തം മാറാത്ത കുരുന്നുകുഞ്ഞുങ്ങളുടെ ചോര കാണുമ്പോൾ, അവരുടെ ശവക്കൂനകൾ കാണുമ്പോൾ, മാലാഹ കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ചേർത്ത് വെച്ച് ആർത്തുകരയുന്ന അച്ഛനമ്മമാരെ കാണുമ്പോൾ ആനന്ദത്തിൽ ആറാടുന്ന മനുഷ്യവിരുദ്ധ യുദ്ധവറിയൻ ജിങ്കോയിസ്റ്റ് കൂട്ടങ്ങൾക്കും മാധ്യമപ്രവർത്തകരോട് തീർത്താൽ തീരാത്ത പക സൂക്ഷിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ സൈബർ അടിമകൾക്കും വലിയ സന്തോഷമുണ്ടാക്കിയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനം അവിടുത്തെ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈലുകൾ പതിച്ചതാണ്. ആ വനിതാ മാധ്യമപ്രവർത്തക വാലും ചുരുട്ടി ഇറങ്ങി ഓടിയെന്നും പേടിത്തൂറിയെന്നും അപ്പോൾ തന്നെ ട്രോളിൽ ഇറക്കി പ്രൊപ്പഗണ്ട യന്ത്രങ്ങൾ. എന്തിന്? ഇതാങ്ങി നിലമ്പൂരിൽ ഏതോ വിഷയത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രോളാൻ മുഖം മാസ്ക് ചെയ്തിറക്കിയ ഒരു ഇൻസെൻസിറ്റീവ് പരിഹാസം വരെ കണ്ടതാണ്. പിന്നിൽ എരിഞ്ഞുകത്തുന്ന സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ ഏതു സമയവും തലയിൽ വീണ് ജീവനെടുക്കാവുന്ന ഒരു ഇസ്രായേൽ മിസൈലിനെ ഭയക്കാതെ കയ്യിൽ ചോരയുമായി ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു ധീരൻ മാധ്യമപ്രവർത്തകനെ കണ്ടു ലോകം. جلوه اقتدار ایران و شکست هیمنه رژیم صهیونیستی رو به تصویر کشیدیم. اینجا سازمان صدا و سیما است، مرکز فرماندهی جنگ رسانه ایران. ഇസ്രായേലിന്റെയും ജിങ്കോയിസ്റ്റ് വലതുപക്ഷത്തിന്റെയും മാധ്യമവറിയൻ സൈബർ തെമ്മാടിക്കൂട്ടത്തിന്റെയും ആനന്ദത്തിന് പക്ഷേ ആയുസ് അരമണിക്കൂർ. ഇറാൻ TV നിശബ്ദമാക്കുമെന്ന സയനിസ്റ്റ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കീറ്റ്സിന്റെ വാക്കുകൾ അസ്ഥാനത്തായി. വീണ്ടും ഇറാൻ TV ഓണയർ. സ്ക്രീനിൽ അതേ മാധ്യമപ്രവർത്തക സഹർ ഇമാമി. വിറയ്ക്കാത്ത ശബ്ദം, അതേ ആർജവം. صدا و سیمای جمهوری اسلامی ایران دیدیم نمونه بارز و آشکار مخالفت با آزادی بیان هستش. ساختمان خبر مورد هدف قرار نگرفت. ജോലി ചെയ്ത കുറ്റത്തിന് 3 മാധ്യമപ്രവർത്തകരെ അവിടെ ഇസ്രായേൽ കൊന്നു. നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരെ, ആരോഗ്യ പ്രവർത്തകരെ കുരുതി കൊടുത്ത ക്രൂരതയ്ക്ക് മുന്നിൽ 3 ഒരു കണക്കല്ല. എങ്കിലും ആ ന്യൂസ് ഡെസ്കിലെ മണിക്കൂറുകൾ ലോക മാധ്യമ ചരിത്രത്തിൽ രേഖപ്പെടുത്തലാണ്. പ്രിയപ്പെട്ട സഹർ ഇമാമി, ജീവൻ നഷ്ടമാകുന്ന ഉറപ്പുള്ള സമയത്തും നീ ചെയ്യുന്ന ജോലിയോട് കാണിച്ച അങ്ങേയറ്റം പ്രതിബദ്ധതയ്ക്ക്, പെൺകരുത്തിന്റെ നാനാർത്ഥത്തിന്, മരണമുഖത്തും ഇടറാത്ത നിന്റെ ശബ്ദത്തിന്, കാതങ്ങൾക്കിപ്പുറത്തൊരു മാധ്യമ പ്രവർത്തകന്റെ സ്നേഹാദരങ്ങൾ, അഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ പിള്ള, ഡോക്ടർ മോഹൻ വർഗീസ്, റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, ശ്രീ അഷ്റഫ് കടക്കൽ എന്നിവർ ചർച്ചയിൽ. അത് ഞാൻ ശ്രീ അഷ്റഫ് കടക്കലിലേക്ക് പോകുന്നു. ശ്രീ അഷ്റഫ് കടക്കൽ, ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധഭീതിക്കരയവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞേറ്റുമുട്ടുകയാണ് ഇറാനും ഇസ്രായേലും. അമേരിക്ക ഏത് സമയമാണ് യുദ്ധത്തിൽ പങ്കാളികളാവുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ട്രംപാണ്, ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ പോയാൽ എന്താകും ഇതിൻ്റെ അന്തിമ ഫലശ്രുതി എന്നാണ് ഭയക്കേണ്ടത് ശ്രീ അഷ്റഫ് കടക്കൽ? എനിക്കിപ്പോൾ തോന്നുന്നത് ഒമാനിൽ നടന്ന ന്യൂക്ലിയർ ചർച്ച, ഇറാനുമായി പ്ലാൻ ചെയ്തിരുന്ന ന്യൂക്ലിയർ ചർച്ച ഒരു ട്രാപ്പായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രതികരിച്ചതുപോലെയല്ല ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റും മറ്റു പ്രതികരണങ്ങളും. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് അഥവാ ഫോറിൻ സെക്രട്ടറിയുടെ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മാത്രം പ്രസ്താവനയാണ് നമ്മൾ ആദ്യം ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന തരത്തിൽ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ അമേരിക്കൻ കോൺഗ്രസ്സിൽ നടന്ന ചർച്ചയിൽ അവിടുത്തെ ഡെമോക്രാറ്റ് പ്രതിനിധികളും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രതിനിധികളും അടക്കം ഒന്നടങ്കം വിമർശിച്ച ആംസ് ഡീലുണ്ട്. $7 ബില്യൺ ആംസ് ഡീല്. ആ ആംസ് ഡീല് ഏതാണ്ട് 40,000-ഓളം ബോംബുകൾ ഇസ്രായേലിന് നൽകുകയാണ്. അപ്പോൾ ഈ ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ഇറാൻ അറ്റാക്ക്, ഇസ്രയേലിലൂടെ ഒരു പ്രോക്സി അറ്റാക്ക് അമേരിക്ക നടത്തിയതാണെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ട്രംപ് ചർച്ച ആരംഭിച്ച് 61ാമത്തെ ദിവസമാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്ത് ന്യൂക്ലിയർ ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടു. കാരണം ഇതേ ബറാക് ഒബാമ ഉണ്ടാക്കിയ സമാധാന ന്യൂക്ലിയർ
കരാറിനെ റദ്ദ് ചെയ്തത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതേ ഡൊണാൾഡ് ട്രംപ് തന്നെ പുതിയ ഒരു കരാറിന് അദ്ദേഹത്തിൻ്റെ സമയത്ത് അതിനെ ഇറാനെ വഴക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ അമേരിക്കയുടെ വരുതിയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം, ഇറാനെ സമ്പൂർണമായും നിരായുധമാക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ അവർക്കുണ്ടായിരുന്ന ചില ശാക്തിക ചേരികളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു നോൺ സ്റ്റേറ്റ് ഏജൻറ്റ് വഴിയായിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായി ലെബനോനിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയെ, ഹസൻ നസ്രുള്ളയെ തകർത്തതോടുകൂടി ഹിസ്ബുള്ള ഇപ്പോൾ നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. ഇറാൻ്റെ വളരെ അടുത്ത പിന്നെ ഐഡിയോളജിക്കലിയും അതുപോലെ മറ്റു തലത്തിലും ഇറാൻ്റെ ഏറ്റവും അടുത്ത ഒരു അലയായിരുന്ന സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ തരത്തിൽ എന്തായാലും അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാം, റഷ്യയോ ചൈനയോ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇറാനെ നേരിട്ട് യുദ്ധത്തിൽ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകില്ല എന്നും അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ നോൺ സ്റ്റേറ്റ് പാർട്ടീസിനെ പിന്നെ നിശബ്ദമാക്കുകയും അല്ലെങ്കിൽ അവരെ വാർ ഫ്രണ്ടിലുണ്ടായിരുന്ന എല്ലാ അർത്ഥത്തിലും ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടായിരുന്ന ഇറാഖിലും ലെബനോനിലും അതുപോലെ തന്നെ സിറിയയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ശക്തികളെ, മിലീഷ്യകളെ ഒക്കെ തന്നെ യുദ്ധമുഖത്ത് നിന്ന് നിർവീര്യമാക്കിക്കൊണ്ട് ഒരു പുതിയ റീഷേപ്പിംഗ് ദ മിഡിൽ ഈസ്റ്റ് എന്നാണല്ലോ, റീഷേപ്പിംഗ് ദ റീജിയൻ എന്നാണല്ലോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ഏറ്റവും ഒരു ജിയോ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ അജണ്ട സാധൂകരിക്കാൻ 1500 അല്ലെങ്കിൽ 300-നും 500-നും ഇടയ്ക്ക് എയർ ഡിസ്റ്റൻസ് ഉള്ള ഇറാനിലേക്ക് മിസൈലുകൾ അയക്കുക, ഒരിക്കലും ഇറാനും ഇസ്രായേലും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിരിക്കുമ്പോൾ എന്തിനായിരുന്നു ഇത്ര എമർജൻസി ആയിട്ടുള്ള ഒരു പിന്നെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു കടന്നാക്രമണം, ഒരു അഗ്രഷൻ എന്തിനായിരുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു 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 പ്രൊവോക്ക് അമേരിക്കയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്തത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ബാഹ്യമായി പറയുന്നത് ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞാൽ ഇറാൻ പിന്നെ എന്താണ് ആറ്റോമിക് ബോംബ് നിർമ്മിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആറ്റോമിക് പരീക്ഷണം നടത്തുന്നതിൻ്റെ ഒരു സക്സസ്ഫുൾ പരീക്ഷണത്തിൻ്റെ പടിവാതിൽക്കലായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളും അതുപോലെ ആണവ സയൻറ്റിസ്റ്റുകളും പൊളിറ്റിക്കൽ എക്സ്പെർട്ടുകളും ഒക്കെ തന്നെ അത് അടിസ്ഥാനരഹിതമായിരുന്നു. അത് 2010 അമേരിക്ക ഇറാഖിൽ ഇടപെട്ടപ്പോൾ അല്ലെങ്കിൽ രണ്ടാം ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിനെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന ഒരു ഭീതി ഉയർത്തിക്കാട്ടി ജോർജ് ബുഷ് ഇറാഖിനെ തകർത്തതിന് സമാനമായ ഒരു സാഹചര്യം നമുക്കറിയാം. 7 ലക്ഷം ആളുകളെയാണ് അതിൽ കുരുതി കൊടുക്കപ്പെട്ടത്. ഒരു യുദ്ധത്തിന് ശേഷം അതിനുശേഷം അന്നത്തെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ചെയർമാനായിരുന്ന എൽ ബറാദി വളരെ കൃത്യമായി അന്ന് പറഞ്ഞു, ആറ്റോമിക് പിന്നെ എന്താണ് പിന്നെ ആറ്റോമിക് ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ്, അതാണല്ലോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസിൻ്റെ യാതൊരു തരിമ്പും ഇറാഖിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം കൃത്യമായി അന്ന് ടോണി ബ്ലെയർ യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഡൊസയർ കൊണ്ടുവരുന്നു. അതിലും അപ്പോൾ ഇതെല്ലാം വ്യാജമായിരുന്നെന്നും ഇതെല്ലാം തന്നെ ഇറാഖിനെ നശിപ്പിക്കാനുള്ള ചില ന്യായീകരണങ്ങളായിരുന്നുവെന്നും ലോകത്തിൻ്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടലായിരുന്നുവെന്നും ഒക്കെ പിന്നെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ഏതാണ്ട് ലോകത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നു, അമേരിക്കയ്ക്ക് ഭീഷണിയാണ്, റീജിയണ് ഭീഷണിയാണ് എന്നെല്ലാം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ നീണ്ടകാലത്തെ ഉപരോധത്തെ തുടർന്ന് ഇറാൻ അതിൻ്റെ സാമ്പത്തിക ശേഷി ഏതാണ്ട് വളരെ ക്ഷയിച്ചിരിക്കുന്ന, വളരെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ പിന്നെ ആംസും അമ്യൂണിഷൻസും സമ്പാദിക്കുന്നതിന് വേണ്ടി ഇറാൻ എക്കോണമി അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇപ്പൊ നടത്തിയതിന്റെ ചോദ്യം എന്തായാലും അമേരിക്ക അറിയാതെ നടത്തില്ല എന്നാലും ഉറപ്പാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ഇതൊരു ഗ്രാൻഡ് ഡിസൈനർ ഉറപ്പായോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടനശീകരണ ആയുധങ്ങൾ തേടി ഇറാഖിലേക്ക് പോയി, അവിടെ എല്ലാം നശിപ്പിച്ചു, 7 ലക്ഷം മനുഷ്യരെ കൊന്നു, സദ്ദാമിനെ കടപുഴക്കി. അതിനുശേഷം ചോദിച്ചപ്പോൾ കൂട്ടനശീകരണ ആയുധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടനശീകരണ ആയുധം ഇല്ല എന്ന് വ്യക്തമായി എന്നൊരു പ്രതികരണം എവിടെ കണ്ടു.
CS ഡിന്നി, ഇവിടെ ഏറ്റവും ഒടുവിൽ അലി ഷത്മാനി എന്ന് പറയുന്ന ക്യാമ്നയുടെ വിശ്വസ്തനായ സൈനിക കമാൻഡറെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. അവരുടെ എണ്ണം പറഞ്ഞ സൈനിക ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. അവരുടെ സൈനിക നേതൃത്വത്തെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. ഒരുപക്ഷെ കാംനയെ വരെ കൊല്ലാൻ കഴിഞ്ഞേക്കാം ഇസ്രായേലിന്. കാംനയെ കൊല്ലണോ എന്നതിൽ ചർച്ച നടക്കുകയാണെന്നാണ് അറിയുന്നത്. CS ഡിന്നി, പക്ഷേ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നവണ്ണം തിരിച്ചടിക്കുന്നുണ്ട്. ഈ പറയുന്ന അയൺ ഡോമും ഈ പറയുന്ന ഡേവിഡ് സ്ലിംഗ്ദിയും ഈ പറയുന്ന താഡ് സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ ടെല്ലവീവിലേക്ക് മിസൈലുകൾ ഇന്നും വീണു, ഹൈഫയിൽ വീണു. മൊസാദിൻ്റെ ഒരു പ്രധാന കേന്ദ്രം നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഥവാ യുദ്ധത്തിലേക്കാണ് പോക്കെങ്കിൽ അത് ഏകപക്ഷീയമാവില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാവുന്നില്ലേ CS ഡിന്നി? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എന്തായാലും പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇറാനും ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആർമി തന്നെയാണ്. അവരുടെ സൈന്യം അങ്ങനത്തെ ഒരു സൈന്യം തന്നെയാണ്. അല്ലാതെ ഒരു പുഷ് ഓവർ എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ധാരാളം അവർക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. അവർക്ക് US ബാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് ഇറാൻ്റെ കയ്യിൽ അവർക്ക് 3 ഓപ്ഷൻസ് ആണ് ശ്രീ ഹാഷ്മി ഉള്ളത്. ഒന്ന്, അവരുടെ സകല ശക്തിയും ഉപയോഗിച്ച് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ള രീതിയിലേക്ക്, അതായത് അവരുടെ എല്ലാ മൈറ്റും ഉപയോഗിച്ചിട്ട് അവർ ഇസ്രായേലിലേക്ക് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പം US അസറ്റ്സിന് അങ്ങനെയൊക്കെ വല്ല പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ US അതിനകത്തോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഈ കോൺഫ്ലിക്റ്റിനെ ഇപ്പം നമ്മൾ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് ആ രീതിയിലേക്ക് പോകാനുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ്. അപ്പോൾ അതിനകത്ത് അമേരിക്ക എന്നുള്ളൊരു രാജ്യത്തെ തൊടാതെ, അമേരിക്കയുടെ അസറ്റ്സിനൊന്നും തൊടാതെ, അമേരിക്കയുടെ റെഡ് ലൈൻസ് ഒന്നും ക്രോസ് ചെയ്യാതെ ഈ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഒരു നെഗോസിയേഷനാണ്. അത് അമേരിക്കയുടെ തന്നെ ഇപ്പോൾ ഓൾറെഡി അമേരിക്ക പറഞ്ഞിട്ടുണ്ട് നെഗോസിയേഷൻ ചെയ്യണമെന്നും ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യണമെന്നും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ ന്യൂക്ലിയർ പദ്ധതി IAEA മറ്റ് ഏജൻസിക്കൊക്കെ തുറന്നു കൊടുക്കുകയും അതിനകത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 സാധ്യതയാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് വലിയ നഷ്ടങ്ങൾ ഇറാനും ഉണ്ടാവും, അഫ്കോഴ്സ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നഷ്ടം ഉണ്ടാക്കി തന്നെ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അവർക്ക് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. കാരണം അവർക്ക് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷി ഇപ്പോഴും ഉണ്ട് ഇറാനിന്. അപ്പോൾ അത് എത്ര നാൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഹമാസുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഓൾമോസ്റ്റ് 2 വർഷമായിട്ടും ഹമാസ് തിരിച്ചടിക്കുന്ന ആ രീതിയിലല്ലെങ്കിലും കംപ്ലീറ്റായിട്ട് അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആണ് US മേജർ ഒരു റോൾ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കറക്റ്റായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഈ യുദ്ധം ഇപ്പോൾ അവിടെ അവസാനിക്കും. കാരണം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ അടുത്ത് പറയുകയാണ് ഈ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് തന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെഫിനറ്റ്ലി ഉണ്ട് US ഇസ്രായേലും തമ്മിൽ. ഏത് ലെവൽ ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ഡീഗ്രഡേഷൻ ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നത്. കാരണം നമുക്കറിയത്തില്ല ഇതിൻ്റെ ഫാക്ട്സ് എന്താണെന്നത്. ഫാക്ട്സ് ഓൺലി ഓൺ ഗ്രൗണ്ട് പോയി അവർ ചെക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എൻ്റെയും ഒരു വിശ്വാസം ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു എന്താ പറയുക ഫൂളിഷ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. കാരണം ഇപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാതെ തന്നെ ഇസ്രായേൽ ഇത്രയും മാത്രം ഇങ്ങനത്തെ ഒരു ആക്രമണം ചെയ്യാമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരെണ്ണം ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഒരു ഡിറ്ററൻസ് ആണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇങ്ങനത്തേക്കുള്ള സ്ഥലത്ത് അവർ ന്യൂക്ലിയർ വെപ്പൺ ഒരു ഡിറ്ററൻസ് ആയിട്ട് തന്നെ കാണും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം യുക്രൈൻ റഷ്യ വാറിൽ തന്നെ ഇപ്പോൾ യുക്രൈൻ്റെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഇറാനെ സംബന്ധിച്ചോളം പല വർഷങ്ങളായിട്ട് അവർ ഒരു ന്യൂക്ലിയർ വെപ്പൺ എടുക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ലോകത്ത് മറ്റ് പലരും അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് അഗൈൻ ഞാൻ അടിവരയിട്ട് പറയാണ്, IAEA മറ്റു കാര്യങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം US സംബന്ധിച്ചോളം അവർ വിചാരിക്കുകയാണ് ഈ ഒരു ഡിഗ്രഡേഷൻ നടന്നു കഴിഞ്ഞു. അതായത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെയും ന്യൂക്ലിയർ പ്ലാന്റ്സിനെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കാപ്പബിലിറ്റിയെ ഒക്കെ നമ്മൾ വിചാരിച്ചടക്കമുള്ള ഒരു ഡീഗ്രഡേഷൻ ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഇനി നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ യുദ്ധം നിൽക്കാൻ ഓക്കെ. സാധ്യത. പക്ഷേ ഈ പറയുന്ന രീതിയിലും ഇപ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന എൻറിച്ച്ഡ് യുറേനിയം ഒക്കെ ഇരിക്കുന്നത് ഭൂമിക്ക് താഴെ ഏറെ അടിയിലുള്ള ചില കേന്ദ്രങ്ങളിലാണെന്നും അത് തകർക്കാനുള്ള ആയുധശേഷി ഇസ്രായേലില്ലെന്നും അതിന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആവശ്യമാണെന്നും ആ ബങ്കർ ബസ്റ്ററിന് വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയാണെന്നും അതിനുവേണ്ടിയാണ് ഈ പറയുന്ന അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നതെന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. നമുക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ മോഹനപിള്ള, ഇവിടെ നോക്കൂ, ഇവിടെ ഇറാൻ ഉണ്ടാകുന്ന നാശങ്ങൾ, വലിയ നഷ്ടങ്ങൾ അവരുടെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഇടാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വലിയ സൈനിക ശേഷിയാണ്. അമേരിക്കയുടെ നിർലോഭമായ പിന്തുണയുണ്ട്. അമേരിക്ക അറിയാതെ ആ യുദ്ധം ഇസ്രായേൽ തുടങ്ങി വെക്കുകയുമില്ല. പക്ഷേ അതിലെ അസാധാരണമായ കാര്യം എന്താണ്? ഈ പറയുന്ന ഇസ്രായേൽ അതിൻ്റെ അയൺ ഡോം എന്ന് പറയുന്നത് ഇൻവിൻസിബിളാണ്, അത് പൊളിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതായിരുന്നു ഇക്കാലം അത്രയും അവരുടെ അവകാശവാദം. മാത്രമല്ല ശരിയും അതിന് ടെല്ലവീവിലേക്ക് പണ്ട് യോം കിപ്പർ യുദ്ധസമയത്ത് വന്ന് വീണതല്ലാതെ ടെല്ലവീവ് ആക്രമിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ പറയുന്ന അവരുടെ ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ്? ഈ പറയുന്ന എന്താണ് അയൺ ഡോം, 70 കിലോമീറ്റർ റേഞ്ചിൽ അടിക്കാൻ കഴിവുള്ള അയൺ ഡോം ഉണ്ട്. അതിനെ ചുറ്റി ഡേവിഡ് സ്ലിംഗറി രണ്ടാമത്തെ ലെയറിൽ 300 കിലോമീറ്റർ റേഞ്ചിൽ അടിക്കാൻ കഴിവുള്ള സംവിധാനമുണ്ട്. അതിന് മുകളിൽ ആരോ സിസ്റ്റം 1, 2, 3 ലെയർ 3 നിൽക്കുന്നു, 2400 കിലോമീറ്റർ റേഞ്ച്. ഇനി അതല്ലെങ്കിൽ ഇറാനിൽ നിന്നും മിസൈൽ തൊടുത്തുവിടുന്ന വഴിയിലൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. ഇറാഖിലെ അമേരിക്കൻ സഖ്യസേനയടക്കം, ജോർഡൻ അടക്കം ഈ പറഞ്ഞ വഴികളിലൊക്കെ അത് അടിച്ചിടണമെങ്കിൽ അടിച്ചിടാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ഉള്ളത്. അതിനെയൊക്കെ അതിജീവിച്ച് ഇവരുടെ അയൺ ഡോം സംവിധാനം തകർത്ത് ടെല്ലവീവിലും ഹൈഫയിലും മൊസാദിൻ്റെ ആസ്ഥാനത്ത് വരെ മിസൈൽ വീഴണമെങ്കിൽ ഈ യുദ്ധം ഏകപക്ഷീയ യുദ്ധമല്ല. ശ്രീമോഹനപിള്ള, ഇത് ഏകപക്ഷീയ യുദ്ധമല്ല എന്ന് നമുക്കറിയാം. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫംഗ്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടേംസിൽ ആ യൂണിവേഴ്സിറ്റിയാണ് അത് നടത്തുന്നത്. സിമിലർലി ഇത് US-ൻ്റെ ആണ്. ഡേ 1 മുതൽ ഞാൻ പറയുന്നുണ്ട്, US-ൻ്റെ ബ്ലെസ്സിങ് ഇല്ലാതെ നടക്കില്ല. ബിക്കോസ് അവർക്ക് ഒന്നും ഇസ്രയേലിന് എലോൺ കനോട്ട് ഡു എനിത്തിങ്. അപ്പോൾ ഇതിനകത്ത് ഒരേ ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ എല്ലാവരും വന്നിരുന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണം, ഇസ്രയേലിന് അവിടെ സർവൈവ് ചെയ്യണം, അതുകൊണ്ട് ഇറാൻ ഒരു ത്രെട്ടാണ് എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് അല്ലാതെ വേറെ ഒന്നും ന്യായീകരണത്തിനില്ല, ആർക്കുമില്ല. അതൊരു ത്രെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഭയങ്കര ത്രെട്ടാണല്ലോ, പാകിസ്ഥാൻ നമ്മുടെ ത്രെട്ടാണല്ലോ, അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങ് ഫിനിഷ് ചെയ്താൽ പോരെ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർക്കൊരു കാരണം കാണുക എന്നുള്ളതാണ്. പിന്നെ ഹാഷ്മി, ഇതിനകത്ത് ഇസ്രയേലിൽ കാഷ്വാലിറ്റി 24, ഇറാനിൽ 240, ഇതിനൊക്കെ വരുന്നതിൻ്റെ കാരണമുണ്ട്. കാര്യം ഇസ്രയേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം അവർ യുദ്ധത്തിന് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് വേണമെങ്കിൽ കാണണം. കാര്യം ഒരു സ്വന്തം, അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഷെൽട്ടേഴ്സാണ്. മോഹനപിള്ള 24 എന്നുള്ള കണക്ക് അത് വിശ്വസിക്കാവുന്ന ഒരു നിരപരാധികളൊക്കെ. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ അടിവസ്ത്രം മാത്രം ഇട്ട് ഇറങ്ങി വരുന്നു ഒരു ദൃശ്യം ഇസ്രായേലിൽ നിന്ന് പുറത്തേക്കോ, ടെല്ലവീവിലെ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ രാത്രി എന്തോ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ബങ്കറിലേക്ക് ഓടുന്ന ഒരു പാവം മനുഷ്യൻ, അതൊക്കെ കാണുമ്പോൾ സങ്കടം ഉണ്ടാവും. നിരപരാധികൾ ആരും കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്രായേൽ ഈ പറഞ്ഞ നഗരങ്ങളിലൊന്നും മാധ്യമ ആക്സസിബിലിറ്റി ഒന്നുമില്ല. അവിടെ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. അൽ ജസീറ അടക്കം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ വിരുദ്ധമായ വാർത്ത വരുന്ന ഒന്നും അവിടെ ഇല്ല, അവരുടെ മാധ്യമങ്ങളില്ല. അതുകൊണ്ട് 24 എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കണക്കാണോ എന്ന് സംശയമുണ്ട് ശ്രീ മോഹനപിള്ള. അത് തീർച്ചയായിട്ടും നമുക്കതേ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വെസ്റ്റേൺ മീഡിയയുടെ മാനിപ്പുലേഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്നത് അവർക്ക് ബങ്കേഴ്സ് ഇല്ല. ശരിക്കും സിവിലിയൻസ് അവർ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തല്ല വേറെ ബിൽഡിങ്ങിലോട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ അവർ പ്രിപ്പയർഡ് അല്ല ഈ കാര്യത്തിൽ. അത് വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. അപ്പം ആ ഒരു കാര്യം വരുമ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ റിസ്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ക്രക്സ് ഓഫ് ദി ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ ഇറാഖിനെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്തോ, അഷ്റഫ് പറഞ്ഞു, ഈവൻ ഡെന്നി ഓൾസോ സെഡ് ദ സെയിം തിങ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ NBC ആണ്, ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ. ഇതാണ് അവരുടെ അലിഗേഷൻ, ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ. അപ്പം ഇത് വെച്ചിട്ടാണ് ഇറാഖിലുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ പേരിൽ ഇറാഖിനെ ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്. 2008 അതായത് ഇവർ വീറ്റോ ചെയ്തു. ഇസ്രയേലിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യണം. 2008 US വീറ്റോ ചെയ്തു. US പറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്ലെയർ ആരാണ്? US ആണ്. ഇനിയുമുണ്ട് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ. കാര്യം കുവൈറ്റ് ഇൻവേഷൻ ഉണ്ടായിരുന്നു. ഇറാഖ് കുവൈറ്റ് ഇൻവേഡ് ചെയ്ത സമയത്ത് ഇറാഖ്
സ്കഡാണ് അയച്ചുകൊണ്ടിരുന്നത്. എവിടെ? അതായത് മറ്റുള്ള രാജ്യങ്ങളെ കൂടെ യുദ്ധത്തിലോട്ട് വലിച്ചിഴയ്ക്കുവാനായിട്ട് ഇസ്രയേലിലോട്ട് സ്കഡ് മിസൈലുകളെ നിരന്തരം വിട്ടു. അപ്പോൾ ഇസ്രയേലിനെ പോലുള്ള ഒരു രാജ്യം സംയമനം പാലിച്ചിരുന്നതിന്റെ കാരണം ബിക്കോസ് ഓഫ് അമേരിക്ക. അമേരിക്ക പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ അമേരിക്ക കൊടുക്കുന്ന ട്യൂൺ അനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഇസ്രയേലാണെന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അവർ കൊടുക്കുന്ന ട്യൂൺ അനുസരിച്ച് മാത്രം ഡാൻസ് ചെയ്യുന്ന ഇസ്രയേലാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ദെൻ കം ടു ദ പോയിന്റ്. ഇനി ഇതിനകത്തോട്ട് ഡെന്നി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം ഐ എം ഓൾസോ എഗ്രി വിത്ത് ദാറ്റ്. ദ പോസിബിൾ ഓപ്ഷൻസ് ലെഫ്റ്റ് വിത്ത് നൗ വാട്ട്? നമ്പർ 1 ശരിയാണ് കാര്യം, അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെയോ ടച്ച് ചെയ്യാതെ ഇറാൻ അറ്റാക്ക് ചെയ്യുക. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ICBM ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യുക. അതാണല്ലോ മെയിനായിട്ട് അവരെ. ഇതിനകത്ത് ഈ അയൺ ഡോം എന്ന് പറയുന്നത് എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. ഒരു 90% അവർക്ക് കവർ ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് ദ 100%. ഒരു 100 മിസൈൽസ് വിട്ട് കഴിഞ്ഞാൽ 10 എണ്ണം ഉറപ്പായിട്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കും. അവര് ഇറാനെ സംബന്ധിച്ചിടത്തോളം പെർട്ടിക്കുലറായിട്ട് ഹിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇസ്രയേലിൽ എവിടെയെങ്കിലും വീണാൽ മതി. നേരെ മറിച്ച് ഇസ്രയേൽ ഹിറ്റ് ചെയ്ത് അവർ ക്ലെയിം ചെയ്യുന്നത് 3 ഓപ്ഷൻസ് ആണ്. മൊസാദിന്റെ ഒരു ഹെഡ്ക്വാർട്ടറിന്റെ ഒരു ഭാഗത്തൊക്കെ ഹിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഇസ്രയേൽ ഇലക്ട്രോണിക് പ്രിസിഷൻ അങ്ങേയറ്റത്തെ 100% ആണ്. അതിന്റെ 1% ഒന്നും ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ പറഞ്ഞ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഒരു മിസൈൽ വന്ന് വീഴണമെങ്കിൽ അതിനും ഇറാന് ചില കേപ്പബിലിറ്റി ഉണ്ട് ശ്രീ മോഹൻപിള്ള, അല്ലേ? ഇറാന് കേപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞില്ല. ബിക്കോസ് ICBM എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ദേ ആർ ഹാവിംഗ് അഡിക്വേറ്റ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോറേജ്. അതനുസരിച്ചിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്യും. ഞാനിവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡോം ഫുൾ പ്രൂഫ് അല്ല. അയൺ ഡോമിൽ നമ്മൾ കണ്ടതാണല്ലോ, അത് എവിടെയെല്ലാം വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് എല്ലാം കവർ ചെയ്യാനായിട്ട് വീണ്ടും 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 അവര് മറ്റുള്ള രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടു പ്രൂവ് ദാറ്റ് ദേ ദംസെൽഫ് സംതിങ്. അവർ ഞങ്ങൾ എന്തോ ഒരു ക്രെഡിറ്റ് ഉണ്ട് അവിടെ പശ്ചിമേഷ്യയിൽ ഞങ്ങളാണ് സീനിയർ എന്നുള്ളത് കാണിക്കുവാനായിട്ട്. അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ആ പോളിസി ഇപ്പോൾ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇതിനു മുമ്പ് തന്നെ US-ആയിട്ട് 1-2 പ്രാവശ്യം വളരെ സ്പഷ്ടമായിട്ട് ഇസ്രയേല് കോൺഫ്രണ്ടേഷൻ ഇതിൽ വന്നതിന് ശേഷം പോലും ഒരു എക്സാമ്പിൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇവർ അറ്റാക്ക് ചെയ്തപ്പോൾ ഇറാഖിലെ ബാഗ്ദാദിലെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ഇസ്രയേൽ റെയ്ഡ് ചെയ്തു. അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക ബ്ലോക്ക് ചെയ്തു. ഫസ്റ്റ് സ്റ്റേജിൽ അന്ന് ഇറാഖ് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. അന്നേരം ഇസ്രയേലിനെതിരായിട്ട് വന്നപ്പോൾ റൈറ്റ് ടൈം ആണെന്ന് പറഞ്ഞ് റഷ്യ ഇസ്രയേലിനെതിരായിട്ട് UN-ൽ പ്രമേയം കൊണ്ടുവന്നു. അപ്പോൾ ഒരു സൈഡില് ഇസ്രയേലിനോട് എതിർത്ത അമേരിക്ക വീറ്റോയിൽ വന്നപ്പോൾ റഷ്യക്കെതിരായിട്ട്, അതായത് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള നാൾ വഴികളിൽ എന്ന് നോക്കിയാലും വൺ വേ ഓർ അതർ വേ US ഇസ്രയേലിന്റെ കൂടെ തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ട്രംപിന്റെ കാര്യത്തിലോട്ട് വരാം. ഫസ്റ്റ് ട്രംപിലാണ് 2017 ഗോളാൻ ഹൈറ്റ്സ് അംഗീകരിക്കുന്നത്. അത് അവരുടെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന 2ാമത്തെ രാജ്യം US ആണ്. ആദ്യം അംഗീകരിച്ച അവർ തന്നെയാണ്. പിന്നെയോ ജെറുസലമിലെ ക്യാപിറ്റലാക്കി ട്രംപ്, അതും അംഗീകരിച്ചു. അവിടെ എന്താ പറയുന്നത് എംബസി തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ട്രംപിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ട്രംപ് ചെയ്തു വെക്കുന്ന ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി ഒരു പ്രോക്സി വഴി ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കുകയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയങ്ങളുമില്ല. പിന്നെ ലോകത്തെ ഒരു സെപ്പറേറ്റ് ഇതിൽ നിർത്താനായിട്ട് കവറപ്പ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷൻസും മറ്റതും ഒക്കെ നടത്തുന്നു. അതിലൊരു വിലയുമില്ല. ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം. US-ന്റെ ഈ ഇന്റർഫിയറൻസ് ഇല്ലാതെ US ഒരു മിനിറ്റ് മതി കാശ്മീർ. ഒരൊറ്റ മിനിറ്റ് മതി. US ഹാസ് ടു ഗിവ് ആൻ അൾട്ടിമേറ്റം ഇസ്രായേൽ ടു സ്റ്റോപ്പ് ഇറ്റ്. അത് തന്നെ അതിന്റെ ഒരു ഹിന്റ് ഇപ്പൊ ഇന്ന് കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഐ വാണ്ട് ടു നോട്ട് ദ സീസ്ഫയർ, ഐ വാണ്ട് ടു ഫിനിഷ് ഇറ്റ് ഫോർ ഓൾ എന്നാണ് പറഞ്ഞത്. അതായത് സീസ്ഫയർ മാത്രമല്ല വേണ്ടത്, സീസ്ഫയർ അല്ല, ഇത് പെർമനന്റ് ആയിട്ട് അങ്ങ് തീർക്കണം എന്നാണ്. ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തിരിച്ചടിക്കാനുള്ള അധികാരമുണ്ട്. ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പര വിരുദ്ധവും മാത്രം ട്രംപിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബഹുതമാശയല്ലേ. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ കശ്മീർ വിഷയം നടന്നത് 1500 വർഷം പഴക്കമുള്ള വിഷയമാണെന്നും പാകിസ്ഥാനൊപ്പം ഇന്ത്യക്കൊപ്പം ഒരേ സമയം നിന്ന പാകിസ്ഥാനും ഇന്ത്യയും എൻ്റെ സുഹൃത്ത് രാഷ്ട്രങ്ങളാണെന്നൊക്കെ പറഞ്ഞ ട്രംപിനെ ആരും വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ താമസം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ട്രംപിനെ ആരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കൻ നിലപാട് നിർണായകമാകാൻ പോകുന്നുണ്ട്. നോക്കൂ,
ഓരോ സൈനികന്റെയും ജീവന് വലിയ വില നൽകുന്ന അമേരിക്ക, ഇപ്പൊ ഇസ്രായേൽ ഇപ്പൊ പലസ്തീൻ യുദ്ധത്തിൽ ഇന്നലെയും ഇന്നൊക്കെ 450 സൈനികർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, IDF സൈനികർ. അതിൽ വലിയ പ്രതിഷേധം ഇസ്രായേൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കുരുതുകൊടുക്കപ്പെട്ട അമേരിക്കൻ സൈനികരുടെ കാര്യത്തിൽ അമേരിക്കയിൽ കാലാകാലങ്ങൾ പ്രതിഷേധമുണ്ട്. വീണ്ടും അമേരിക്കൻ സൈനികരുടെ ജീവൻ കുരുതു കൊടുത്തേക്കാവുന്ന ഒരു യുദ്ധമുഖത്തേക്ക് അമേരിക്ക ജോയിൻ ചെയ്യും. അതിന് ആ ജനത ട്രംപിനെ സമ്മതിക്കുമെന്ന് കരുതണോ? ട്രംപ് ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം കഴിയുമ്പോഴേക്കും അത് എക്സലൻ്റ് അറ്റാക്കാണ്, ഞങ്ങളുടെ ഉപകരണങ്ങൾ കൊണ്ടാണെന്ന് ഈ പറയുന്ന ട്രൂത്ത് സോഷ്യൽ മേനി നടിക്കുന്നു. അതിനുശേഷം G20 നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അത് ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ ഉടൻ തന്നെ അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പോകുന്നു പറയുന്നു. വരുന്ന വഴിയിൽ മാറിപ്പറയുന്നു. എന്താണ് അമേരിക്കൻ ആലോചന എന്ന് മനസ്സിലാക്കണം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ ഹാഷ്മി, ഇവിടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ അമേരിക്കയുടെ ഇൻറ്റൻഷൻസ് തന്നെയാണ്. ചരിത്രപരമായി അമേരിക്കയ്ക്ക് യാതൊരു ധാർമ്മിക മൂല്യങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നില്ല. എക്കാലത്തും പ്രായോഗിക ചിന്ത, അത് അവരുടെ ഇക്കോണമിയെ പരമാവധി സമ്പുഷ്ടമാക്കുക, അതിന് തക്ക പ്രായോഗിക നിലപാടുകൾ തരം പോലെ അമേരിക്ക മാറ്റിമറിച്ചുമൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രഗ് കാർട്ടൽസിനെതിരെ അമേരിക്ക അതിശക്തമായ പോരാട്ടം നടത്തി. ചില ഡ്രഗ് മാഫിയകളെ അമേരിക്ക സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലും ആ പറയുന്ന ഒരു കൺസിസ്റ്റൻസി ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ദർ ക്യാൻ ബി ഗുഡ് ടെററിസ്റ്റ്, ദർ ക്യാൻ ബി ബാഡ് ടെററിസ്റ്റ് ഓൾസോ. അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ നല്ല തീവ്രവാദികളും അല്ലാത്തവർ, അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവർ മോശപ്പെട്ട തീവ്രവാദികളുമാണ്. അപ്പോൾ അമേരിക്കയുടെ ധാർമ്മികത നമ്മൾ മാറ്റിവെച്ചിട്ട് പ്രായോഗികതയിലേക്ക് നമുക്കൊന്ന് വരാം ശ്രീ ഹാഷ്മി. അങ്ങനെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ there is an active convergence of Jewish and American interest or Israeli state establishmentൻ്റെയും അമേരിക്ക എന്ന വലിയ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളുടെ ഒരു കൺവേർജൻസ് ആണ്. രണ്ടും ഡെമോക്രസീസ് ആണ്, രണ്ടും ക്യാപിറ്റലിസ്റ്റ് സംവിധാനങ്ങളാണ്, രണ്ടും ബിസിനസ് ഓറിയന്റഡ് സ്ട്രക്ചേഴ്സ് ആണ്, പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണ് എന്തെല്ലാം ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി പുറത്തു പറഞ്ഞാലും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ഇസ്രയേലിനോടൊപ്പം മാത്രമേ അമേരിക്കയ്ക്ക് നിൽക്കാനാവൂ. ഇത് മുഴുവൻ തന്നെ ഈ പറഞ്ഞ ഇറാനുമായി അമേരിക്ക നടത്തിയ ആണവ ചർച്ച 5 റൗണ്ടുകൾ നടത്തി. 60 ദിവസത്തെ അൾട്ടിമേറ്റമാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തത്. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ സുട്ടിടുവേൻ എന്ന രീതിയിലുള്ള വലിയ കല്ലെ പിളർക്കുന്ന ശാസനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുത്തത്. പക്ഷേ ഇറാൻ മറ്റൊരു സ്ട്രാറ്റജി പ്രയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു. അതായത് ഒരു ഡിലേയിങ് ടാറ്റിക്സ് ആണ്. അവിടെ പുതിയ സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇറാന്റെ ആണവ നിലയത്തിൽ തകൃതിയായി സമ്പുഷ്ടീകരണം നടത്തി 60% നിന്നും യുറേനിയം 235 ആ ഒരു ശുദ്ധി 95%, അതായത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ. ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ ബിക്കംസ് ആൻ ആക്റ്റീവ് ക്രെഡിബിൾ ന്യൂക്ലിയർ പവർ. ആ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ആശങ്കകളല്ലേ? ഇതൊക്കെ അമേരിക്കൻ ആശങ്കകളല്ലേ? ഇറാഖിൽ കൂട്ടനശീകരണ ആയുധങ്ങളുടെ ആശങ്ക ഈ പറയുന്ന അമേരിക്ക പറഞ്ഞില്ലേ? അങ്ങോട്ട് പോയി മൊത്തം നശിപ്പിച്ചില്ലേ? അതിനുശേഷം കൂട്ടനശീകരണ ആയുധമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ പറഞ്ഞ കൂട്ടനശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്ന ഈ പറയുന്ന IAEA റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? സിമോൻ വർഗീസ്, ഇതൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ പേടിയും ആശങ്കകളുമാണ്. നോക്കൂ, IAEAയിൽ അവരുടെ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ, ഒപ്പിടാത്ത രാജ്യമാണ് ഇസ്രായേൽ. IAEAയുടെ പരിശോധനകൾക്ക് വിധേയമാകാമെന്ന് സമ്മതിച്ച രാഷ്ട്രമാണ് ഇറാൻ. ഇനി ഏതെങ്കിലും തരത്തിൽ അത് ആണവായുധം ഡെവലപ്പ് ചെയ്താൽ നിരായുധീകരണത്തിന് പ്രതിബദ്ധതയുള്ള രാഷ്ട്രമാണ് ഇറാൻ. ഇതൊന്നും ചെയ്യാത്ത ഇസ്രായേലും അമേരിക്കയും എന്തോ പേടിയുടെ പുറത്ത് കയറി ആക്രമിച്ചാൽ അതെന്ത് നീതിയാണ് സിമോൻ വർഗീസ്? ഇവിടെ ഇത് ശ്രീ ഹാഷ്മി, നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 70കളിലാണ് NPT നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി സൈനിങ്ങിനായി വരുന്നത്. അന്ന് ഇറാൻ ഷായുടെ ഭരണകൂടമാണ്. അമേരിക്ക ആക്റ്റീവായി ഇറാനെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇറാൻ NPT ഒപ്പിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. 79-ന് ശേഷം ആ മേഖലയിലെ ഭൗമരാഷ്ട്രീയം മാറിമറിയുകയാണ്. ഇറാന്റെ പ്രിഫറൻസസ് മാറിമറിയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇറാന്റെ ജനിതക ഘടന, രാഷ്ട്രീയ സാമൂഹിക ജനിതക ഘടന തന്നെ മാറിമറിയുകയാണ്. ആൻറ്റി അമേരിക്കനിസത്തിലും ആൻറ്റി ജുഡൈസത്തിലും അധിഷ്ഠിതമായ ഒരു വ്യത്യസ്തമായൊരു മുഖമാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി പാരഡൈംസ് മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സാധാരണ ഡിറ്ററൻസിന് വേണ്ടിയാണ് സാധാരണ നിലയിൽ ആണവ ആയുധങ്ങൾ കൈവശം വെക്കേണ്ടത്. ഡിറ്ററൻസ് ആണ്. ഇന്ത്യയുടെ പോളിസി അങ്ങനെയാണ്, ഡിറ്ററൻസ് ആണ്. നോ ഫസ്റ്റ് യൂസ്,
ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അത് ഇന്ത്യയുടെ ആണവ നയമാണ്. അതുപോലെ ഒരു ആണവ നയമല്ല ഇറാൻ ഉള്ളതേ ഓർക്കണം. ഇവിടെ ഇറാൻ പറയുന്നത് എന്താണ്? ശ്രീ ഹാഷ്മി, നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. ഇറാൻ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടമാക്കണം. അത് 3%, 4%, 5% വരെ സമ്പുഷ്ടമാക്കിയാൽ മതിയാകും. 90% സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആണവായുധ നിർമ്മാണത്തിനാണ്. ഇനി എന്തിനാണ് അത്? തീർച്ചയായും ഡിക്ലെയർ പോളിസി എന്ന് ഇസ്രായേലും ഇസ്രായേൽ അനുബന്ധ ഏജൻസികളും പറയുന്നതല്ലേ. ഇറാഖിൽ കൂട്ടനശീകരണമായതുകൊണ്ട് ആരാ പറഞ്ഞത്? ഇതേ ആൾക്കാർ തന്നെ പറഞ്ഞതല്ലേ. രാസായുധങ്ങളുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇതേ ആൾക്കാർ തന്നെ പറഞ്ഞു അല്ലേ. എന്നിട്ട് ആക്രമിച്ച് 7 ലക്ഷം പേരെ കൊന്നു കഴിഞ്ഞ് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറയാം. അതെല്ലാം എങ്ങനെയാണ് ഉറപ്പ് ഇറാനിലേക്ക് കാണിക്കുന്ന സ്ട്രാറ്റജി? ശ്രീ ഹാഷ്മി, അതിനൊരു വ്യക്തമായ ഉത്തരമാണ് എനിക്കുണ്ട്. കാരണം ഈ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ എന്തായാലും തീർച്ചയായും ഇറാൻ അമേരിക്ക ഫിനിഷ് ചെയ്യാനാവില്ല. കുറച്ച് സൈനികമായി ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. ഇനി അമേരിക്കൻ ബാറ്റിൽ ഷിപ്സിനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്താം. അമേരിക്കൻ ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് അവരുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണ്. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഇസ്രായേൽ പറയുന്ന, അമേരിക്ക പറയുന്ന ഇറാൻ അവരെ ആക്രമിക്കാൻ വേണ്ടി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിന് മറുപടി അല്ല സാർ അത്? അല്ല, അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇറാന്റെ ഒരു സെക്യൂരിറ്റി പാരഡൈം ഒരു ഡിഫൻസ് എന്ന നിലയിലാണ് എങ്കിൽ ഓക്കെ, അത് ഡിറ്ററൻ്റ് ആണ്. ഇന്ത്യക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാം, ഉപയോഗിക്കാം. ഇസ്രയേലും അതിൻ്റെ സെക്യൂരിറ്റി പാരഡൈം അനുസരിച്ചാണ്. കാരണം ഇറാൻ, നേരത്തെ ശ്രീ മോഹൻപിള്ള പറഞ്ഞല്ലോ, ബ്രിഗേഡിയർ മോഹൻപിള്ള പറഞ്ഞല്ലോ, ഈ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സ്കഡ് മിസൈലുകൾ ഏറെ ഇസ്രയേലിന് നേരെ പറന്നു. പക്ഷേ ഒരൊറ്റ മിസൈൽ പോലും വേണമെങ്കിൽ ആണവമായി ഇറാഖിനെ ഇസ്രായേൽ വേണമെങ്കിൽ തീർത്ത് കളയാമായിരുന്നു. അന്ന് തന്നെ ഇസ്രായേൽ ആണവ പവർ തന്നെയാണ്. അതുകൊണ്ട് ഇത് പുതിയതായ ഒരു ആണവ പവറൊന്നുമല്ല, വളരെ രഹസ്യമായി സംഘടിപ്പിച്ച ഒരു ആണവവിദ്യ ഇസ്രായേലിനുണ്ട്. പക്ഷേ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും. തീർച്ചയായും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇസ്രായേലിന് ആണവായുധങ്ങളാകാം, ഇറാൻ എന്തുകൊണ്ടായിക്കൂടാ എന്നതാണ് ഇവിടെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ ഡിറ്ററന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിശ്വാസം. നമ്മുടെ പ്രധാനപ്പെട്ട ലോകത്തിന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആണവായുധങ്ങൾ, കൂട്ടനശീകരണായുധങ്ങളുണ്ടെന്ന് വ്യാജം പറഞ്ഞ് ഇറാഖിനെ ആക്രമിച്ച് ഇല്ലാതാക്കി 7 ലക്ഷം പേരെ കൊന്നൊടുക്കിയ ഒരു രാഷ്ട്രം വീണ്ടും ആണവായുധങ്ങളുണ്ടെന്ന് ഇറാനിൽ പറയുന്ന അവരുടെ വാദം മാത്രമാണ്. അതിനെ സാധൂകരിക്കത്തക്ക ഒരു വാദങ്ങൾ എവിടെയില്ല. ശ്രീമോഹൻ വർഗീസ്, ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് അമേരിക്ക അല്ല. ഉണ്ടെന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻസ്പെക്ഷൻ ഏജൻസിയായ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയാണ് IAEA സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം 6 ദിവസം മുമ്പ് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് എങ്ങനെയാണ് പറയുക സാർ ശ്രീമോഹൻ വർഗീസ്? IAEA അമേരിക്കയും ഇസ്രായേലും അനുകൂലമായി പറയാത്തൊരു ഏജൻസിയാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അങ്ങനെ പറയാനൊക്കില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. അവർക്ക് ഇൻസ്പെക്ഷനുള്ള അനുവാദമുണ്ട്. NPT സിഗ്നറ്ററീസിന് ഇൻസ്പെക്ഷനുള്ള അനുവാദമുണ്ട്. ഇസ്രായേൽ NPT സിഗ്നറ്ററി അല്ല എന്ന് ഓർക്കണം. ഇന്ത്യയും നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയുടെ സിഗ്നറ്ററി അല്ല. അവർ സിഗ്നറ്ററീസ് ആണെങ്കിൽ അവരുടെ രാജ്യങ്ങളുടെ ആണവ നിലയങ്ങൾ ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുക്കണം. ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾ തുറന്നു കൊടുക്കാനാവില്ല, കാരണം അവർ സിഗ്നറ്ററി അല്ല. അവർ ഈ സിസ്റ്റത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ഒരു തരം മുഷ്കാണ് ഇസ്രായേലിന്. അത് മുഷ്കെന്ന് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം. അപ്പൊ ഇവിടെ ധാർമ്മികതയുടെ വിഷയമല്ല. ഇന്ത്യയും ഇസ്രായേലും അക്കാര്യത്തിൽ കമ്പയർ ചെയ്യരുത്. ഇന്ത്യ എന്തുകൊണ്ടാണ് NPT ഒപ്പിടാത്തത്? ഇന്ത്യ ഒപ്പിടാത്തത് ഇത് അമേരിക്കയുടെ ഉടായ്പാണ്, അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്. അമേരിക്ക ആ നിലപാടാണ് ഇന്ത്യ ഒപ്പിടാത്തത്. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ എന്തായാലും അമേരിക്കയുടെ ഉടായ്പാന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേൽ അമേരിക്കയുടെ ആശ്രിത രാജ്യം പോലെ നിൽക്കുന്ന ഒരു ബാല്യക്കാരൻ രാജ്യം പോലെ നിൽക്കുന്ന ഇസ്രായേൽ എന്തായാലും അത് അമേരിക്കയുടെ ഉടായ്പാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം സർ. അഷ്റഫ് കടക്കൽ, ഇവിടെ ഇറാൻ ഇനിയും ഈ ആണവ സംഭൂഷണം നടത്തുമെന്ന് വെക്കൂ. അഷ്റഫ് കടക്കൽ, ഈ പറയുന്ന ഉപരോധങ്ങളിൽ നട്ടം തിരിഞ്ഞ് എല്ലാ മേഖലയിലും അടച്ചുപൂട്ടുമ്പോൾ, വലിഞ്ഞു മുറുക്കുമ്പോൾ, ആ വലിഞ്ഞു മുറുക്കലിനകത്ത് നിന്ന് അവർ ചെയ്യുന്നതാണ്. വർഷങ്ങളായി അവരുടെ അധ്വാനമാണ്. ഇപ്പോൾ ഇസ്രായേൽ കൊണ്ട് 4 ബോംബിട്ട അവർ ആ പണി നിർത്തും എന്ന് കരുതണോ? ഖാംനെയെ കൊന്നുവെന്ന് വെക്കൂ, ആ പണി അവർ നിർത്തുമെന്ന് കരുതണോ? ഇവിടെ ലക്ഷ്യം അതല്ല അഷ്റഫ് കടക്കൽ. ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണ്? റൈസിംഗ് സൺ അല്ല, റൈസിംഗ് ലയൺ എന്നാണ് ഇസ്രായേൽ ഓപ്പറേഷൻ്റെ പേര്. ഈ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് ആരുടെ എംബ്ലമാണ്, ആരുടെ സിമ്പിളാണ്? അത് പെഹ്ലവിയുടെ സിമ്പിളാണ്. റജീം മാറ്റമാണ് അവരുടെ ലക്ഷ്യം. അത് സാധ്യമാകുമോ എന്നാണ് പൊളിറ്റിക്കൽ ചോദ്യം. ശ്രീ അഷ്റഫ് കടക്കൽ, ഈ റജീം മാറ്റം, പശ്ചിമേഷ്യയിലെ റജീം മാറ്റത്തെ നമ്മൾ അതിൻ്റെ രാഷ്ട്രീയവും ചരിത്രപരവുമായ ഒരു കോണ്ടെക്സ്റ്റിലാണ് പരിശോധിക്കേണ്ടത്.
ഇപ്പോൾ ഉദാഹരണമായിട്ട് അറബ് സ്പ്രിങ് വന്നു. അറബ് സ്പ്രിങ് വന്നപ്പോൾ ജനങ്ങളുടെ ഒരു ഡെമോക്രാറ്റിക് ആസ്പിറേഷൻ 2011 അറബ് തെരുവുകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ പാശ്ചാത്യ അമേരിക്കൻ ഭരണകൂടങ്ങൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്തു. ഒരു ചെറിയ ഉദാഹരണം പറയാം. 5000 അംഗങ്ങളുള്ള സൗദി ഫാമിലി, ആൽ സൗദ് എന്ന് പറയുന്ന ആ ഫാമിലിയുടെ പേരിലാണല്ലോ ആ രാജ്യം പോലും അറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കുവൈറ്റ്. അത് നമ്മൾ GCC രാജ്യങ്ങളെല്ലാം എടുത്താൽ അത് കാണാം. അപ്പോൾ അവിടുത്തെ ഈ റെജീം എന്ന് പറഞ്ഞാൽ അധികവും വളരെ ചുരുങ്ങിയ, ഒന്നുകിൽ ഈവൻ ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്ന മേഖലയിൽ പോലും അതത് രാജ്യങ്ങളിലെ എലീറ്റുകൾ മാത്രമടങ്ങിയ ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെജീം അമേരിക്കൻ താല്പര്യത്തിന് അനുകൂലമായി നിൽക്കും. അത് സൗദി അറേബ്യ ആണെങ്കിൽ 5000 അംഗങ്ങളുള്ള ഫാമിലിയെ മാത്രം വരുതിയിൽ നിർത്തിയാൽ ആ രാജ്യം അമേരിക്കയ്ക്ക് അനുകൂലമായി എല്ലാ സാഹചര്യത്തിലും നിലപാടെടുക്കും എന്ന് അവർക്ക് ഉറപ്പിക്കാൻ കഴിയും. ഈ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ രാഷ്ട്രീയമായ ഒരു ഹെജിമണി അവിടെ നടക്കാതെ പോയത് ഇറാൻ്റെ കാര്യത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇറാനോടുള്ള അമേരിക്കയുടെ ശത്രുത ഈ ഒരു കാര്യത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. 1979 ഇറാൻ റവല്യൂഷന് ശേഷം 80 ഇറാഖിനെ കൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാഖിനെ സപ്പോർട്ട് ചെയ്തത് അമേരിക്ക മാത്രമല്ലല്ലോ, അത് സുന്നി ബ്ലോക്ക്, എൻ്റയർ സുന്നി ബ്ലോക്ക് സപ്പോർട്ട് ചെയ്തല്ലോ. സൗദി അറേബ്യ ആണല്ലോ ഏറ്റവും അധികം ആയുധങ്ങൾ സാമ്പത്തികമായി സഹായിച്ചതും അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തു. അപ്പോഴും ഈ നീണ്ട 8 വർഷത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിൽ എൻ്റയർ സുന്നി ബ്ലോക്കും പാശ്ചാത്യ ശക്തികളും ഒരുമിച്ച് നിന്നിട്ട് ഇറാനെ തകർക്കാൻ സാധിച്ചില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അവർക്ക് ഒരു കാര്യം സാധിച്ചെടുത്തു. പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ മീഡിയയും സുന്നി വേൾഡിൽ പിന്നെ സൗദി അറേബ്യ നേതൃത്വം കൊടുക്കുന്ന സുന്നി വേൾഡിനും കൂടി ചേർന്ന് ഒരു ഇറാനെ ഡെമോണൈസ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു. യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ജനാധിപത്യപരമായപ്പോൾ ഇറാൻ റവല്യൂഷൻ നടന്നു. അത് ഇറാൻ റവല്യൂഷൻ ഏതർത്ഥത്തിലുള്ള റവല്യൂഷനാണെന്ന് ഡിബേറ്റ് ചെയ്യാവുന്നൊരു വിഷയമാണ്. അത് അക്കാഡമികമായ ഒരു നീണ്ട വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ മജ്ലിസിലേക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ ഉദാഹരണം ഇറാൻ്റെ പരമോന്നതനായ നേതാവ് വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന ഇപ്പോൾ അലി ഖാംനയി, നേരത്തെ ഇമാം ഖുമൈനി. അപ്പോൾ ഈ ഖുമൈനിക്ക് ശേഷം ഖാംനയി ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാണ് എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഗാർഡിയൻ കൗൺസിൽ, ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇലക്ഷനിലൂടെ വരുന്ന സമ്പ്രദായമാണ്. അത് മജ്ലിസും ഇലക്ഷനും ലോക്കൽ ബോഡീസും എല്ലാം ഇലക്ഷനിലൂടെ വരുന്ന ഒരു സമ്പ്രദായമാണ്. ഒരർത്ഥത്തിൽ ജനാധിപത്യം. മറ്റൊരു കാര്യം, പശ്ചിമേഷ്യയിലെ ഒരു രാജ്യത്തും കാണാത്ത മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകളുടെ പങ്കാളിത്തം. സർവകലാശാലകളിൽ നോക്കിയാൽ വിദ്യാർത്ഥികളും അധ്യാപകരും അക്കാഡമിക് സമൂഹത്തിലെ 70% സ്ത്രീകളാണ്. നിങ്ങൾക്ക് സുലഭമായി ടാക്സി ഡ്രൈവേഴ്സിനെ കാണാൻ കഴിയുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യം എന്ന് പറയുന്നത് ടെഹ്റാനോ ഇസ്ഫഹാനോ അല്ലെങ്കിൽ മഷ്ഹദോ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ളൊരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനെ ഒരു നിലയ്ക്കും ഒരു സാഹചര്യത്തിലും അമേരിക്കൻ താല്പര്യങ്ങൾക്കോ സയനിസ്റ്റ് താല്പര്യത്തിനോ ഇമ്പീരിയലിസ്റ്റ് ശക്തികളുടെ താല്പര്യത്തിനോ ഒരു നിലയ്ക്കും നിന്നിട്ടില്ല. അത് സൗദി അറേബ്യ നേതൃത്വം കൊടുക്കുന്ന സുന്നി വേൾഡിൻ്റെ താല്പര്യത്തിനും അവരൊരിക്കലും നിന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1500-ലധികം കിലോമീറ്ററുകളുടെ വ്യത്യാസമുള്ള ഈ പശ്ചിമേഷ്യയിലെ പ്രശ്ന പ്രദേശമായ ഫലസ്തീനികളെ വളരെ ധീരമായി സപ്പോർട്ട് ചെയ്യാൻ ഇറാന് കഴിയുന്നത് ഇറാൻ്റെ അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് പൊസിഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം കാണാതെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്ര ശത്രുത, എന്തുകൊണ്ട് ഇസ്രായേലിന് ഇറാനോട് ഇത്ര ശത്രുത എന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ഇറാനെ സഹായിക്കാൻ സുന്നി വേൾഡും ഉണ്ടാവില്ല. ഇറാനെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന ചൈനയോ റഷ്യയോ പോലും ഉണ്ടാവില്ല. അവിടെയാണ് സാമ്പത്തികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും പിന്നെ നഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇറാൻ ഈ ഇത്തരത്തിലുള്ള പിന്നെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ
ഈ പ്രശ്നം ഉണ്ടായതോടുകൂടി ഒരു റെജീം ചേഞ്ച് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാധ്യമല്ല. കാരണം ഇറാൻ തെരുവ് ഒരർത്ഥത്തിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ നിലപാടുണ്ടായിരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഇറാൻ വിദ്യാർത്ഥികളുമായി ഗവേഷകരുമായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകൾ നിലവിലുള്ള ഭരണകൂടത്തിനെതിരാണ്. പക്ഷേ ഒരു അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോഴോ ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോഴോ ആ ജനത ഒന്നടങ്കം അവിടെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്, ആ രാജ്യത്തിന് പിറകിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അലി ഖാംനയുടെ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുന്നവരാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം എന്ന് പറയുന്നത് ഇതിലൂടെ സാധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറയുന്ന മാറ്റം വിപ്ലവത്തിന്റെ വേരുകൾ അവരുടെ മണ്ണാഴത്തിലുണ്ട്. മാത്രമല്ല, താങ്കൾ അങ്ങ് പറയുന്നത് പോലെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും രാഷ്ട്രീയ വ്യത്യാസം പറഞ്ഞ് ഭരണകൂടത്തിന് പിന്നാലെ നിൽക്കുക എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെയും അതത് പൗരന്മാരുടെ കടമയാണ്. ആ കടമ ഇപ്പോൾ ഇനി ഖാംനെ ഭരണകൂടത്തോട് ദേഷ്യമുള്ള ഇറാനിയൻ പൗരന്മാരും വെച്ച് പുലർത്തും. അതാണല്ലോ ദേശീയത. ജസ്റ്റിൻ, ആ കാണുന്നത് ഹെർസിലയിലെ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ നടന്ന ആക്രമണമാണ്. അത് വിദേശ പല പാശ്ചാത്യ മാധ്യമങ്ങൾ, ഇപ്പോൾ യുദ്ധകാലമാണ് നമുക്ക് എല്ലാം വിശ്വസിച്ച് കഴിയെങ്കിലും ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ച ദൃശ്യങ്ങളുമാണ്. ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിന് അവരുടെ മൊസാദ് എന്ന് പറയുന്ന ഏജൻസിയുടെ ഏതെങ്കിലും ഒരു സബ് ഓഫീസിനടുത്തേക്ക് പോലും ഒരു മിസൈൽ വരുന്നത് അവരുടെ വന്യമായ ചിന്തയിൽ പോലും ഇല്ലാത്തതാണ്. അതാ ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സൈനിക ഈഗോ എന്ന് പറയുന്നത് താങ്ങാവാത്തതുമാണ്. IDF-ന്റെ അല്പസം മുമ്പ് വന്ന എക്സാൻഡിൽ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇറാൻ ഈസ് അറ്റാക്കിംഗ് അഗെയിൻ, സോ വി ആർ പോസ്റ്റിംഗ് അഗെയിൻ. അപ്പോൾ ഇസ്രായേൽ ഇന്നും അടിക്കാൻ പോകുന്നു ഇറാനിലേക്ക്. ഇറാൻ ചുമ്മാതിരിക്കാൻ പോകുന്നില്ല. അയൺ ഡോം തകർന്ന കോൺഫറൻസിൽ അവർ പിന്നെയും മിസൈൽ ഇങ്ങോട്ടേക്ക് അടിക്കാൻ പോകുന്നു. ഇസ്രായേൽ അങ്ങോട്ട്, അവരിങ്ങോട്ട്. എത്ര നാളിങ്ങനെ പോകാൻ കഴിയും ലോകത്തിന്, ഷിഡിനി? അത് വലിയൊരു ചോദ്യമാണ് ശ്രീ ഹാഷ്മി, എത്ര നാൾ ഇങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു സ്ട്രാറ്റജി ഈ സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക്, അതായത് ഇസ്രായേൽ ഞങ്ങൾക്ക് ഇറാനെ സ്ട്രൈക്ക് ചെയ്താൽ അതിനൊരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ തിരിച്ചടിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ പോയാണെങ്കിൽ ഇത് വളരെ പ്രൊലോങ്ഡ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അമേരിക്ക പറയുന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും ഇതുവരെ ഒരു ക്ലാരിറ്റിയും ഇല്ല. അവർ ഇതിനകത്ത് സമാധാനമാണോ വേണ്ടത്, അതോ അവർ ന്യൂക്ലിയർ ഡീലാണോ സൈൻ ചെയ്യേണ്ടത്, അതോ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ മാക്സിമം ഡാമേജ് ചെയ്യാനാണോ അവരുടെ ശ്രമം എന്നുള്ള ഒരു ക്ലാരിറ്റിയും ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു എൻഡ്ലെസ് വാർ, അതായത് ഒരു തീരാത്ത യുദ്ധമായി മാറുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇറാന്റെ കയ്യിലും ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അവരത് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ കംപ്ലീറ്റ് എയർ ഡോമിനൻസ് ആണ്, എയർ സുപ്പീരിയോറിറ്റി ഉണ്ട്. എയർഫോഴ്സ്, ഇറാന്റെ എയർഫോഴ്സ് അത്ര എഫക്റ്റീവ് അല്ല. ഇസ്രായേലിന്റെ എയർഫോഴ്സ് ആ കംപ്ലീറ്റ് ഏരിയ ഡോമിനേറ്റ് ചെയ്ത് ഇതുപോലെ ധാരാളം സ്ട്രൈക്സ് അവരും ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് ഭാഗത്തു നിന്നുള്ള ഈ ഒരു യുദ്ധം പോയി കഴിഞ്ഞാൽ ഇനി ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും എനർജി സപ്ലൈ വരുന്ന നമുക്കറിയാം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്നൊക്കെയാണ്. ആ ഹോർമൂസിനെ ഇറാൻ അതിനെ ബ്ലോക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയും ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കുക എനർജി സപ്ലൈനെ എന്തുമാത്രം അത് ബാധിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂലേക്ക് ഇത് ഏത് നിമിഷം വേണമെങ്കിലും പോകാം. കാരണം ഇതൊന്നും എന്താ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാം. അവിടാണ് രണ്ട് വിഷയങ്ങളിൽ എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നത്. അത് ഒന്ന്, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഒബ്ജക്റ്റീവ്, മിലിറ്ററി ഒബ്ജക്റ്റീവ് അവർ പറയുന്നത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ തകർക്കുക എന്നുള്ളത്. പക്ഷേ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാൻ പറ്റാത്തത് നമ്മൾ നേരത്തെയും പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അണ്ടർഗ്രൗണ്ട് ആണ്, ടെക്നോളജി അവർക്ക് ഓൾറെഡി ഉണ്ട്. രണ്ടാമതായിട്ട് ഈ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്, ഈ റെജീം ചേഞ്ച് എന്നുള്ള രീതിയിൽ, റെജീം ചേഞ്ച് എന്ന് നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ തന്നെ അതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാണ്. അവരുടെ ഉള്ളിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ തന്നെ പലപ്പോഴും പ്രതിഷേധത്തിൽ വരുന്നുണ്ട്, വിദ്യാർത്ഥികൾ വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ തന്നെ ഇപ്പോഴത്തെ ചീഫ് ആയിട്ടുള്ള അൽ ഖമീനി, അദ്ദേഹം 86 വയസ്സ് ഒക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാണെന്നുള്ള ധാരാളം പ്രശ്നങ്ങളൊക്കെ നടക്കും. എന്നാലും ഒരു റെജീം ചേഞ്ച് അത്ര ഈസി ആയിട്ട് നടക്കത്തില്ല. അപ്പം ഈ രണ്ട് ഒബ്ജക്റ്റീവും, മിലിറ്ററി ഒബ്ജക്റ്റീവ്സും പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ
അത് ഈ യുദ്ധം പ്രൊലോങ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ആവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെത്. അതായത് നമുക്കൊരു ഒബ്ജക്റ്റീവ് തേടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളെ ഒബ്ജക്റ്റീവ് ആയിരുന്നു നമ്മൾ ടെറർ ക്യാമ്പ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. 9 ടെറർ ക്യാമ്പ്സിനെ സ്ട്രൈക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു, നമ്മൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ചെയ്തതിന് വീണ്ടും നമ്മൾ തിരിച്ചടി കൊടുത്തു. നമ്മൾ എന്നിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. അതാണ് ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ അത് കാണുന്നില്ല. ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് നാളെ വലിയൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ എനർജിയെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റ് രീതിയിലേക്കുള്ള രാഷ്ട്രങ്ങളും ഇതിനകത്ത് ഇടപെട്ട് വരികയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് ഇന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. ശ്രീ മോഹനപിള്ള, ശ്രീ കേണൽ എസ് ഡിന്നി എപ്പോഴും നമ്മുടെ ചർച്ചയിൽ പറയാറുണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ. ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയല്ല, അത് ഏതെങ്കിലും കുറച്ച് നേതാക്കളല്ല, അതൊരു വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ആശയമാണ്. 100% ശരിയാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോഴും ഇപ്പോൾ ഇറാനും പലസ്തീനും നോക്കിയാൽ എന്താണ്? പലസ്തീൻ ഒരു ചെറിയ കീറാണ്. ആ ചെറിയ കീറിൽ പോലും പാവങ്ങളെയും സാധുക്കളെയും കൊന്നൊടുക്കുന്നതല്ലാതെ ഈ പറയുന്ന അവരുടെ ബന്ധുക്കൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും പുകൾപ്പെട്ട IDF-നും പുകൾപ്പെട്ട ഇസ്രായേലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ പോരാട്ടം തുടരുകയാണ്, ചെറുത്ത് നിൽക്കുന്നുണ്ട് പലസ്തീൻ. ശ്രീ മോഹനപിള്ള, ഈ പറയുന്നത് പോലെ എന്താണ് അതേപോലെ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്കാണ് പോക്കെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധം തുടങ്ങി വെച്ചാൽ അത് നിർത്താനും കഴിയണം തുടങ്ങി വെച്ച രാഷ്ട്രങ്ങൾക്ക്. അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ എസ്കലേഷൻ ലാഡറിൽ ഇത് എവിടം വരെ പോകുമെന്നാണ് കരുതേണ്ടത് ശ്രീ മോഹനപിള്ള? ഇതിനകത്ത് ആ ഒരു കമ്പാരിസണിൽ ഉദിക്കുന്നില്ല. ഇറാനെ ആരെയും കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടില്ല റിലീസ് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കയുടെ ധാർഷ്ട്യം ത്രൂ പ്രോക്സി എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അമേരിക്കയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്നുള്ള വേർഡ് എന്ന് തന്നെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അവരുടെ ധാർഷ്ട്യം എന്ന് പറയാം. കാര്യം ആഷ്മി, ഇത് സ്വല്പം ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ പോളിസി എന്താണ്? അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കി ഇടപെടുത്തുക എന്നുള്ളതാണ്. അതായത് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്യുക. ഇപ്പം നമ്മളത് കണ്ടു. ഈജിപ്റ്റ് നാസറിനെ കോൾഡ് വാർ ടൈമിൽ റഷ്യൻ ബ്ലോക്ക് ആയിരുന്ന നാസറിനെ എങ്ങനെ അമേരിക്കൻ ബ്ലോക്കിലോട്ട് കൊണ്ടുവന്നു യോം കിപ്പോർ വാറിന് ശേഷം? കാര്യം അത് കൊണ്ടുവരാൻ അമേരിക്ക തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇസ്രയേലിനോട് പറഞ്ഞു. സുയസ് പാർട്ടിൽ ഇവരുടെ ഷിപ്പ് ഉൾപ്പെടെയുള്ള ട്രൂപ്സ് ലൊക്കേറ്റ് ചെയ്തു പോയി. അവിടുന്ന് രക്ഷപ്പെടാൻ യാതൊരുവിധ വഴിയില്ലാതെ വന്നപ്പോൾ ഇസ്രയേൽ അവരെ ഫിനിഷ് ചെയ്യുമെന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ നാസർ US-നോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പം US വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ യു ഡോണ്ട് ഡു എനിത്തിങ്. ഇസ്രയേലിനോട് അൾട്ടിമേറ്റം കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തായി? കാര്യം ഇസ്രയേൽ അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ നാസർ അല്ലെങ്കിൽ ഈജിപ്റ്റ് അമേരിക്കയുമായിട്ട് വളരെ ക്ലോസ് ആയി. ഒന്ന്. രണ്ടാമത് വേറെ പല കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവര് എന്താ പറയുക, യോം കിപ്പോർ വാർ നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് തന്നെ ഇസ്രയേല് ഓൾമോസ്റ്റ് ഓൾ ദ വെപ്പണറി ദേ ഫിനിഷ്ഡ്. ലാസ്റ്റ് അൾട്ടിമേറ്റം അവർ ന്യൂക്ലിയർ വാർ ഹെഡ് എടുക്കും എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ നിക്സൺ ഒരു മെസ്സേജ് കൊടുക്കുവാണ് US പ്രസിഡന്റിന്. എന്താണ്? മിലിറ്ററി ഹെൽപ്പ് വേണം, മിലിറ്ററി എയ്ഡ് വേണം. അതായത് ഈജിപ്തും അതുപോലെ തന്നെ സിറിയയും റഷ്യൻ സഹായത്തോടെയാണ് ഇസ്രയേലിനെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവര് കംപ്ലീറ്റ് സ്ട്രാറ്റജിക് ആയിട്ട്, അതായത് എയർലിഫ്റ്റ് ചെയ്ത് മിലിറ്ററി സപ്ലൈ കൊടുക്കുകയാണ് ഇസ്രയേലിന്. അങ്ങനെയാണ് ഇത് പ്രസന്റ് ഇസ്രയേൽ സർവൈവ് ചെയ്യുന്നത്. അവരത്ര വീരശൂര പരാക്രമികളാണെന്ന് ഒരു സൈഡിൽ കൂടെ അങ്ങേയറ്റം പറയുകയും ഇവർ സർവൈവ് ചെയ്ത് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇസ്രയേൽ സർവൈവ് ചെയ്തത് ബിക്കോസ് ഓഫ് ദിസ് എയർലിഫ്റ്റ് ഡിപ്ലോമസി, എയർലിഫ്റ്റ് ചെയ്തത് കൊണ്ട് അമേരിക്ക സപ്ലൈ ആ സമയം ചെയ്തത് കൊണ്ടാണെന്നുള്ളത്. അപ്പം ആ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ US-ന്റെ ബെറ്റർ പോളിസി. കാര്യം US-ന് എന്താണ് ഇതിന്റെ താല്പര്യം? എപ്പോഴും ഒരു സെനറ്റർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇസ്രയേലിനെ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് കാരിയറാണ്, മിഡിൽ ഈസ്റ്റിലെ ഫ്ലൈറ്റ് കാരിയറാണ് എന്ത് ഇസ്രയേൽ. അപ്പം അമേരിക്കയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ബേസാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രയേൽ അവിടെ ചെയ്തിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ഒരു കാരണവശാലും ഒന്നിച്ചാവരുത് രാജ്യങ്ങൾ. അതായത് ആ കോൾഡ് വാർ ടൈമിലാണെങ്കിൽ പോലും റഷ്യൻ ഇൻട്രസ്റ്റിനെതിരായിട്ടാണ് അവരത് തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് 1 by 1 ആയിട്ട് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ US-ന്റെ ഇതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ നോക്കൂ. കാര്യം ന്യൂക്ലിയർ പാക്ട് ഇറാനുമായിട്ടും ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. ആ ന്യൂക്ലിയർ പാക്ട് കഴിഞ്ഞതിന് ശേഷം 2010 ഇസ്രയേലുമായിട്ട് ന്യൂക്ലിയർ പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം
യു എസ് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യുകയും അതുപോലെ ബ്രേക്ക് ചെയ്യുകയും ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യാം ത്രൂ അതർ ഏജൻസി അല്ലെങ്കിൽ അതർ കൺട്രീസ്, അവരുടെ പപ്പറ്റ് കൺട്രീസ് വഴി. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ എസ്കലേഷൻ ഒന്നും നടക്കില്ല ഹാഷ്മി. ഇവർക്ക് വേണ്ടിയപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ഇതിനകത്ത് റഷ്യ വളരെ നല്ല ഒരു സ്റ്റാൻഡ് എടുത്തു. സമയം കഴിഞ്ഞു. എനിക്കും ആരിലേക്ക് ഒന്നുകൂടെ വരാനുള്ള സമയമില്ല. യുറേനിയം എന്തായാലും ഇപ്പോൾ ഇറാനിലെ സൈനിക താവളത്തിനെതിരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നു. ടെല്ലവീവിൽ വീണ്ടും സ്ഫോടനങ്ങൾ എന്ന് പറയുന്നു. ആ യുദ്ധം എന്താണ്, ഇത് ആരെങ്കിലും ഇടപെട്ട് ഇത് സമാധാനത്തോട് തീരും എന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണെന്ന് തോന്നുന്നു. ഇത് ഏതളവിൽ എങ്ങോട്ടേക്ക് പോകുന്നു എന്നത് മധ്യേഷ്യയുടെ മാത്രം ആശങ്കയല്ല, അത് ലോകത്തിലെ സമാധാന പ്രേമികളുടെ ആശങ്കയാണ്. തിമോൻ വർഗീസ്, രാത്രിയിൽ വന്നു വീഴുന്ന മിസൈലുകളും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുന്ന നിരപരാധികളും അല്ലെങ്കിൽ തകരുന്ന വീടുകളൊക്കെ പലസ്തീനികൾക്ക് പരിചിതമാണെങ്കിലും ഇസ്രായേലികൾക്ക് അത് പരിചിതമായ ഒന്നല്ല. ഈ രാത്രി ബോംബ് സ്ഫോടനം കേൾക്കുമ്പോഴേക്കും ഇറങ്ങി ഓടേണ്ടി വരുന്ന അവസ്ഥയൊക്കെ സാധാരണക്കാരുടെ പരമദയനീയ അവസ്ഥയാണത്. ഇസ്രായേലാണെങ്കിലും പലസ്തീനാണെങ്കിലും ഇറാനാണെങ്കിലും യുദ്ധമുണ്ടായാൽ എല്ലാ കാലത്തും അനുഭവിക്കുക പാവങ്ങളാണ്. പാവങ്ങളുടെ ദുരിതം രാഷ്ട്രാതീത അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾക്ക് അതീതമായി പാവങ്ങളുടെ ദുരിതം തുടരും എന്ന ആശങ്കപ്പെടണോ ഈ രാത്രി? പാവങ്ങളുടെ ഈ രാത്രിയിൽ പ്രധാനപ്പെട്ട ചിന്തയാണ് ഇപ്പോൾ ഹാഷ്മി പങ്കുവച്ചത്. വെൻ elephants fight, it is the grass underneath that suffer. ഇതൊരു വലിയ സേയിങ് ആണ്. രണ്ട് ആനകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ, പോരാട്ടം നടത്തുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിലെ പുൽക്കൊടികളുടെ നാമ്പുകളാണ് അരഞ്ഞ് ചതഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, സംഘർഷം ഉണ്ടാകുമ്പോൾ എപ്പോഴും അരികുവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇസ്രായേലിന് അത് അത്ര പരിചിതമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണിപ്പോൾ മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തീക്കട്ടയിൽ ഉറുമ്പരിച്ചു തുടങ്ങിയോ എന്ന ഒരു ചിന്ത പലരുടെയും മനസ്സിൽ വരുന്നു. പക്ഷേ ഇത് നോക്കൂ, ഉറുമ്പരിക്കുന്ന ഉറുമ്പിനൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ തീക്കട്ട തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇസ്രായേൽ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, യാതൊരു മൂല്യങ്ങളും അവർ കണക്കാക്കുന്നില്ല അവരുടെ നിലനിൽപ്പ് എന്നതല്ലാതെ. അതിന് ഏതറ്റം വരെ പോകാനും സാധ്യതയുണ്ട്, വെള്ളിയേട്ടൻ്റെ പിൻബലയുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ആത്യന്തികമായി നാളുകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിത്രം ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇറാൻ ആളിക്കത്തും. ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തും. വൻ ആക്രമണങ്ങളാണ്. ഇസ്രായേൽ ഉൾപ്പെടെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സാധാരണ ആളുകളുടെ രക്തം ചിന്തും. അവരൊന്നും സയനിസ്റ്റുകളോ അവരൊക്കെ ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഹമാസിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല. സാധാരണക്കാരായ ആളുകൾ ഇസ്രായേലിലുമുണ്ട്. 70 ലക്ഷം ജൂതന്മാരുണ്ട്, ബാക്കി ആളുകളുണ്ട്, 94 ലക്ഷം പേരുണ്ട്. ചെറിയ ജനസംഖ്യയാണ്. പക്ഷെ ഓരോ സിറ്റിസനും വളരെ വലിയ വാല്യൂ ആണ് ജൂതരാഷ്ട്രം നൽകുന്നത്. ഒരു സിറ്റിസനെ മോചിപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് തടവുകാരെ വിട്ടുകൊടുത്ത പാരമ്പര്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഒരു തടവുകാരനെ അല്ലെങ്കിൽ ഒരു ബന്ദിയെ മോചിപ്പിക്കാൻ ലോകത്തിൻ്റെ ഏതറ്റം വരെ പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതാണ് ഇസ്രായേലിൻ്റെ DNA. ആ ഒരു ഇസ്രായേലിൻ്റെ വിഖ്യാതമായ ആ ഒരു ധൈര്യം അതിപ്പോൾ ഡെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി അമേരിക്ക കൂടെ ഉണ്ട് എന്ന ധൈര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ പോകുന്നത്. ഈ ഒരു പോരാട്ടം അവസാനിക്കുന്ന ഘട്ടം എത്തുമ്പോൾ ചൈനയും റഷ്യയും, നേരത്തെ എല്ലാവരും എൻ്റെ പാനലിസ്റ്റുകളെല്ലാം പറഞ്ഞു, അവരാരും രംഗത്ത് വരാൻ പോകുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തുന്ന അങ്ങനെ തന്നെയാണ്. സമയം കഴിയാണ്, ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞു നിർത്തുന്ന അങ്ങനെ തന്നെയാണ്. യുദ്ധം അത് പ്രത്യേകിച്ച് ഇപ്പോൾ പലസ്തീന് മേൽ കാർപ്പറ്റ് ബോംബിംഗ് ചെയ്താൽ ഒരുപക്ഷെ ഇസ്രായേലൊന്നും സംഭവിക്കില്ലായിരിക്കാം. ഇറാന് മേൽ പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ ഇറാനും ഈ പറയുന്ന ആ മേഖലയിലെ പ്രധാനപ്പെട്ട സൈനിക രാഷ്ട്രമാണ്. അത് ആർക്കും ഗുണകരമാവില്ല, ഇറാന് ഗുണകരമാവില്ല, ഇസ്രായേലിന് ഗുണകരമാവില്ല. ആത്യന്തികമായി നമ്മൾക്കടക്കം ലോകത്തിന് ഗുണകരമാവാത്ത സംഗതിയാണത്. ശാന്തി പുലരട്ടെ, സമാധാനം പുലരട്ടെ, നിരപരാധി കണ്ണീർ ചോര വീഴാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊണ്ട് പൂർണ്ണമാവുന്നു.